ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇലക്ട്രിക്കൽ സംബന്ധിച്ചുള്ള ഒരു പുതിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓൾഡ് മോഡൽ കാറുകളിൽ ഹെഡ്ലാമ്പിന് വെളിച്ചക്കുറവ് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മാരുതി 800 ടൈപ്പ് 1 അങ്ങനെയുള്ള ചില ഓൾഡ് മോഡൽ കാറുകളിൽ നമ്മുടെ ഹെഡ്ലാമ്പിന് വെളിച്ചക്കുറവ് നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഹെഡ്ലാമ്പിൻ്റെ വെളിച്ചം കൂട്ടാം, അല്ലെ എങ്ങനെയെങ്കിൽ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു വയറിംഗ് കിറ്റ് വിത്ത് റിലേ മേടിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 550 രൂപയോളം നമുക്ക് വിലയായിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ വില വ്യത്യാസം വരാം, ചിലപ്പോൾ കൂടാം, ചിലപ്പം കുറയാം. അത് എന്തുവാട്ടെ, ഇതിന് നമ്മൾ ഒരു 550 രൂപ കൊടുത്ത് മേടിച്ച NGLൻ്റെ വയറിംഗ് കിറ്റ് വിത്ത് റിലേ എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഇത് നമ്മുടെ മാരുതി 800 അല്ലെങ്കിൽ മറ്റു വണ്ടികളിലും ഇതെങ്ങനെ പിടിപ്പിക്കാം എന്നുള്ളത്, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതെങ്ങനെ പിടിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബോക്സിനകത്ത് എന്തൊക്കെ സംഗതികളുണ്ട് എന്ന് നമുക്ക് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനകത്ത് നമുക്ക് നമ്മുടെ വയറിംഗ് കിറ്റ്, അതുപോലെ തന്നെ ഒരു റിലേ, ഒരു ഡ്യുവൽ ഹെഡ്ലാമ്പ് റിലേ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ വയറിംഗ് കിറ്റ് അപ്പോൾ വേണ്ട, നമുക്ക് നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു വയറിംഗ് കിറ്റും അതുപോലെ തന്നെ ഒരു ഡ്യുവൽ ഹെഡ്ലാമ്പ് റിലേ ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ളൊരു വയറിംഗ് കിറ്റിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. വലിയ സംഭവമൊന്നുമില്ല, ആകെ ഇത്രയേ ഉള്ളൂ ഈ സാധനമുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ മാരുതി 800 ടൈപ്പ് 1 ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ പാർട്ട് 1 രജിസ്ട്രേഷൻ്റെ പാർട്ട് 1 നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാർട്ട് 2, അതായത് നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് വീഡിയോ ഇറങ്ങാറായിട്ടുണ്ട്, പാർട്ട് 2. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു വരുവാണ്. അപ്പോൾ എല്ലാവരും അത് കാണണം. അപ്പം അതുപോലെ നമ്മൾ ഈ വണ്ടിയിലാണ് നമ്മൾ ഈ റിലേ വയറിംഗ് കിറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വയറിംഗ് കിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഒരു കപ്ലർ കാണാം. നമ്മുടെ റിലേയുടെ പിന്നുമായിട്ട് ജോയിൻ്റ് ആകുന്ന രീതിക്ക് ഇങ്ങനെ ഒരു കപ്ലർ കാണാം. അതോടൊപ്പം തന്നെ ഫ്യൂസ് കാണാം. ഫ്യൂസ് നമ്മൾ ഇപ്പം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്യൂസ് ഏതെങ്കിലും കാരണവശാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഹെഡ്ലാമ്പ് കത്താതെ വന്നെങ്കിൽ മാത്രം നമ്മൾ ഈ ഫ്യൂസ് ചെക്ക് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ഇത് പുതിയ ഫ്രഷ് പൈപ്പ് പീസ് ആയതുകൊണ്ട് അതിനകത്ത് വേറെ ചെക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ റിലേയുടെ കപ്ലറാണ്. ഈ റിലേയുടെ കപ്ലർ നമുക്ക് ഈ റിലേയിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. ആ പരിപാടി കഴിഞ്ഞു, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ റിലേയുടെ കപ്ലർ എടുത്ത് റിലേയുടെ മൂട്ടിലോട്ട് കുത്തുക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അവിടെ കൊണ്ട് ആ പരിപാടി കഴിഞ്ഞു. ഇനി ഇങ്ങനെ താഴോട്ട് വരുമ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു പോസിറ്റീവ് വയറാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ബാറ്ററി പോസിറ്റീവ് കൊടുക്കാനുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഈ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ കപ്ലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമ്മുടെ ഹെഡ്ലാമ്പിൻ്റെ ബൾബിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ലൈനാണ്. അതുപോലെ തന്നെ ഒരു ബോഡി എർത്ത് കൊടുക്കാനുള്ള ഒരു എർത്ത് ലൈനും ഇവിടെയുണ്ട്. ഇനി ഇത് നമ്മുടെ രണ്ടാമത്തെ ഹെഡ്ലാമ്പിലേക്ക് കൊടുക്കാനുള്ള ഒരു കപ്ലറാണ്. ഇതിൻ്റെയും ബോഡി എർത്ത് കൊടുക്കാനുള്ള ഒരു ലൈനും കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കപ്ലർ എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ഇതിനകത്തുള്ള നീളം കൂടി ലൈൻ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ബാറ്ററി ഇവിടെ അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വയറിന് ബാറ്ററി പോസിറ്റീവ് വയറിന് നീളം കുറവായതുകൊണ്ടും ഇത് ഈ ബാറ്ററി സൈഡിലേക്ക് തന്നെ എവിടെയെങ്കിലും മുറുക്കി വെക്കുന്ന രീതിക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് മുറുക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഇവിടെ നമ്മൾ ജസ്റ്റ് വെക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് അല്ലെങ്കിൽ നമുക്ക് ഈ നട്ട് അഴിച്ചിട്ട് ഇതിങ്ങനെ വല്ലതും വെച്ച് മുറുക്കി വെക്കുവോ, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് മുറുക്കി വെക്കുവോ, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ
ഏത് നട്ടാലെങ്കിലും വെച്ചിട്ട് നമുക്കിത് മുറുക്കി വെക്കാം. ഇനി അതൊന്നുമല്ല, മുറുക്കാൻ ഏതെങ്കിലും സ്ഥലം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വയറെ കൂട്ടി വയറിൻ്റെ മൊത്തം വയറ് പോകുന്ന ഇതേ കൂട്ടി ഒരു വയർട്ടാകടിക്കുവോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് വെറുതെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെറുതെ വെക്കുന്ന മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റിലേ നമ്മളിവിടെ വെച്ചു, ഈ അപ്രോണിൽ വെച്ചു. ഇനി നമുക്ക് ഇതിലെ നീളം കൂടിയ ലൈൻ നമ്മൾ എടുക്കുന്നു. ഇത് നമ്മൾ കണ്ടാൽ അറിയാം, നമ്മുടെ ഹെഡ്ലാമ്പ് ബൾബിൻ്റെ അതേ ഷേപ്പിലുള്ള കപ്ലറാണിത്. അപ്പോൾ ഇതിൻ്റെ നീളം കൂടിയ ലൈൻ എടുത്തിട്ട് നമ്മളിവിടുത്തെ നോർമലി നമ്മുടെ വണ്ടിയിൽ വരുന്ന കപ്ലർ ഇവിടുന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. നോർമലി ഉള്ള കപ്ലർ ഈ ഇവിടെ വരുന്ന ഹെഡ്ലാമ്പിൻ്റെ വണ്ടിയിൽ ഓൾറെഡി ഉള്ള കപ്ലർ ഊരി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഊരിയിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് നേരെ നമ്മൾ ഈ റിലേയിൽ നിന്ന് വരുന്ന കണക്ഷൻ എടുത്ത് നേരെ അതിലോട്ട് കൊണ്ടുപോയി വേണ്ട ഈ രീതിക്ക് അങ്ങോട്ട് കുത്തുക. അപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞു, ഈ ബൾബിലേക്കുള്ള പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൾബിൻ്റെ എർത്ത് ലൈൻ നമ്മൾ വയറിംഗ് കിറ്റ് കാണിച്ചപ്പോൾ തന്നെ കാണിച്ചിരുന്ന ഒരു എർത്ത് ലൈൻ, അത് നമുക്ക് ഇവിടോട്ടൊരു ബോഡി എർത്തുള്ള നട്ട് അഴിച്ചിട്ട് അവിടോട്ടങ്ങ് കൊടുക്കാം. ഇത് എർത്താണ് കേട്ടോ, വേറെ സംഭവങ്ങളൊന്നുമല്ല, വേറെ കണക്ഷനൊന്നുമല്ല. ഇതിപ്പോൾ ഇവിടെ വേറെയും എർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മറ്റ് പാർക്കിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ അങ്ങനെയുള്ള എർത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ അഡീഷണലായിട്ട് നമ്മുടെ ഹെഡ്ലാമ്പിൻ്റെ ഒരു എർത്ത് ലൈനും കൂടി എടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് അങ്ങോട്ട് വെച്ച് മുറുക്കുന്നു. നമ്മുടെ ബോഡിയിലോട്ട് തന്നെ വെച്ച് മുറുക്കുന്നു. നമ്മുടെ വണ്ടി എർത്ത് റിട്ടേൺ സിസ്റ്റം ആയതുകൊണ്ട് നേരെ ഡയറക്റ്റ് ബോഡിയിലോട്ട് വെച്ച് മുറുക്കുന്നു, വേറെ സംഭവങ്ങളൊന്നുമില്ല. കാണാമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ഭാഗത്തുള്ള റൈറ്റ് സൈഡ് ഹെഡ് ലാമ്പിൻ്റെ പണികളെല്ലാം തീർന്നു. ഇത്രയും പരിപാടിയേ ഉള്ളൂ നമുക്കുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ലെഫ്റ്റിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു നമ്മുടെ ബൾബിന് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു കപ്ലറുണ്ട്. അതുപോലെ തന്നെ ഒരു മെയിൽ ടൈപ്പ് ഒരു പിന്നുള്ള മറ്റൊരു കപ്ലറും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വേറെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് നേരെ ബൾബിലോട്ട് തന്നെ കൊടുക്കുക. കാണാമല്ലോ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് നേരെ ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, നമ്മൾ മുമ്പേ പറഞ്ഞെടുത്ത് നമ്മൾ കപ്ലർ ആദ്യമേ ഊരി മാറ്റിയത് കൊണ്ട് ആ കപ്ലർ ഇല്ലായിരുന്നു. ഇത് ഇവിടെ നോക്കാം, ഇവിടെ നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി വരുന്ന ഒരു ബൾബിൻ്റെ കപ്ലർ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കപ്ലർ നമ്മളിങ്ങോട്ട് ഊരുവാണ് ബൾബിൽ നിന്ന്. അപ്പോൾ ആ കപ്ലർ നമ്മൾ ഊരിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഇതാണ് നമ്മുടെ വണ്ടിയിൽ വരുന്ന കണക്ഷൻ. അത് നമ്മൾ നേരത്തെ ആരോ മുറിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ടേപ്പൊക്കെ ഒന്ന് കളഞ്ഞ് ലൈനെല്ലാം കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയിലുള്ള കണക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കപ്ലർ, ഈ രീതിയിലുള്ള ഫീമെയിൽ കപ്ലർ നമ്മൾ നേരെ നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ ബൾബിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ എർത്ത് ലൈൻ നമ്മൾ കൊടുക്കണം. ഈ എർത്ത് ലൈനാണ് ഇനി നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആ എർത്ത് ലൈൻ നമ്മൾ ഇതേണ്ട ഇവിടെ കൊടുക്കാൻ പോവാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഈ എർത്ത് ലൈൻ കൊടുത്താൽ മതി. നമ്മുടെ ഈ വയറിന് നീളം എത്തുന്ന ഏതെങ്കിലും ഒരു നട്ടോ ബോൾട്ടോ നമ്മൾ അഴിച്ചിട്ട് അവിടെ ബോഡിയിൽ ഈ എർത്ത് നമ്മൾ കണക്ട് ചെയ്താൽ മതി. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇനി അതല്ല, ഓൾറെഡി എവിടെയെങ്കിലും എർത്ത് നമുക്കിവിടെ എർത്ത് ലൈൻ വന്ന് കിടപ്പുണ്ടെന്നുണ്ടെങ്കിലോ അതേ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതേ കൊടുക്കുവോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മുടെ എളുപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം നമ്മൾ നമ്മുടെ രണ്ട് സൈഡിലേക്കുള്ള
ഹെഡ്ലാമ്പിൻ്റെ വയറുകൾ കണക്ട് ചെയ്തു, അതിൻ്റെ എർത്തും കൊടുത്തു. ആ സൈഡിലുള്ള ഹെഡ്ലാമ്പിൻ്റെ വയർ കണക്ട് ചെയ്തു, അതിൻ്റെ എർത്തും കൊടുത്തു. ഇനി നമുക്ക് മിച്ചമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു മെയിൽ കപ്ലറാണ്. അപ്പോൾ ഇത് നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ കുറച്ച് മുമ്പ് നമ്മൾ ബൾബിൽ നിന്ന് ഊരിയ, നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി ഉള്ള ഈ ബൾബിൽ നിന്ന് ഊരിയ കപ്ലറിലേക്ക് ഈ മെയിൽ കപ്ലർ ഇതാണ്ട് ഇതുപോലെ കുത്തി നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മിച്ചമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിംഗ് കിറ്റിൻ്റെ നമ്മൾ ആദ്യമേ മുതൽ കാണിച്ച ഈ പോസിറ്റീവ് ലൈൻ മാത്രമാണ് നമുക്ക് മിച്ചമുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ പോസിറ്റീവ് ലൈനിലേക്ക് കൊടുക്കുക. അത് നമ്മളിപ്പോൾ വെറുതെ ജസ്റ്റ് കയറ്റി വെക്കുന്നേ ഉള്ളൂ, അല്ലാതെ വലിയ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നട്ട് ലൂസ് ചെയ്തിട്ട് കയറ്റി വെക്കാം. നമ്മളതേണ്ട ജസ്റ്റ് നമ്മുടെ പോസിറ്റീവ് ലൈൻ ഡയറക്റ്റ് നമ്മുടെ ബാറ്ററി ലൈനോട്ട് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വലിയ ആയാസപ്പെട്ട പണിയോ അല്ലെങ്കിൽ വലിയ ഭൗതികപരമായ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഉണ്ടോ, നമ്മുടെ റിലേയുടെ വയറിംഗ് കിറ്റ് എടുത്തു. റിലേയുടെ വയറിംഗ് കിറ്റിലേക്ക് നമ്മുടെ റിലേ വെറുതെ വേണ്ട ഈ കപ്ലറിലേക്ക് കയറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ഒരു ലൈന് നേരെ ഇതിലെ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഒരു ലൈൻ കൊണ്ടുപോയി നമ്മൾ ഓൾറെഡി വണ്ടിയിലുള്ള ലൈൻ ഊരി വിട്ടിട്ട് നമ്മുടെ ഹെഡ്ലാമ്പിലേക്ക് കണക്ട് ചെയ്തു. അതിൻ്റെ എർത്തെടുത്ത് നമ്മൾ ബോഡിയിൽ കൊടുത്തു. വീണ്ടും നമ്മൾ നമ്മുടെ ഹെഡ്ലാമ്പിലേക്കുള്ള രണ്ടാമത്തെ ലൈൻ എടുത്ത് നമ്മുടെ ഇവിടെ ഈ ഹെഡ്ലാമ്പിൽ കൊടുത്തു. അതിൻ്റെ എർത്ത് ലൈൻ എടുത്ത് നമ്മൾ ബോഡിയിലേക്ക് കൊടുത്തു. വീണ്ടും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നുള്ള നമ്മുടെ ഈ വയറിംഗ് കിറ്റിലുണ്ടായിരുന്ന ഈ മെയിൽ കപ്ലർ എടുത്ത് നമ്മുടെ ഈ ഹെഡ്ലാമ്പിൽ നിന്ന് ഊരിയ ആ കപ്ലറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ റിലേ വയറിംഗ് കിറ്റിലുണ്ടായിരുന്ന നമ്മുടെ ബാറ്ററി പോസിറ്റീവ് എടുത്ത് ബാറ്ററിയിലേക്കും കൊടുത്തു. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് കാണിച്ചു തന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഹെഡ്ലാമ്പിൻ്റെ സ്വിച്ച് ഓണാക്കി നമ്മുടെ ഡിമ്മും ബ്രൈറ്റും അതുപോലെ എമർജൻസിയിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്ക് എങ്ങനെയാണ് നമ്മുടെ വർക്ക് സ്വിച്ച് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഹെഡ്ലാമ്പ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബ്രൈറ്റ് മോഡാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഡിമ്മ് മോഡാണ്. ഇനി നമുക്ക് ബ്രൈറ്റ് മോഡിലേക്ക് ഇടാം. സോറി, മാറിപ്പോയി. നമ്മുടെ ലൈറ്റ് ഓണാക്കി നോക്കാൻ പോവാണ്. ഇത് കണ്ടോ, നമ്മുടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിം മോഡാണ്. ഇതാണ് നമ്മുടെ ബ്രൈറ്റ് മോഡ്. ഇനി നമുക്ക് ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മുടെ എമർജൻസി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇതാണ്ട് നമ്മുടെ എമർജൻസിയും വർക്കാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വണ്ടിയിൽ നമ്മുടെ ഈ റിലേ കണക്ട് ചെയ്തിട്ടുള്ള വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് ഇരട്ടി വെളിച്ചം നമുക്ക് റിലേ കണക്ട് ചെയ്തിട്ടുള്ള കണക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേ വയറിംഗ് കിറ്റ് നമ്മൾ വാഹനത്തിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റിലേയുടെയും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് സൈഡിലുള്ള കപ്ലറുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെഡ്ലാമ്പിൻ്റെ സ്വിച്ച് ഇട്ട് നമുക്ക് ഹെഡ്ലാമ്പിൻ്റെ ഡിമ്മും ബ്രൈറ്റും എമർജൻസിയൊക്കെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഡിം മോഡാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രൈറ്റ് മോഡ് ഇടാം. ഇതാണ് നമ്മുടെ ഡിം മോഡും ബ്രൈറ്റ് മോഡും ഒക്കെ നല്ല കലക്കനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ എമർജൻസി ഒന്ന് നോക്കാം. അപ്പോൾ എമർജൻസിയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വയറിംഗ് കിറ്റ്, റിലേ വിത്ത് വയറിംഗ് കിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിത് നമ്മുടെ 12 വോൾട്ടിൻ്റെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. കോമൺലി നമ്മൾ ചെറിയ വാഹനങ്ങളെല്ലാം 12 വോൾട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഈ 12 വോൾട്ട് റിലേ വയറിംഗ് കിറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ വയറുകളെല്ലാം രണ്ട് ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് കാണിച്ചു തരുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കണക്ടിവിറ്റിക്കൊക്കെ ശേഷം ഈ വയറുകളെല്ലാം അതിൻ്റെ നമ്മുടെ ഓൾറെഡി ബോഡിയിലുള്ള വയറിംഗ് കിറ്റിൻ്റെ കൂടെ ഒന്നുകിൽ വയർ ടാഗ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ടേപ്പ് ചെയ്തോ എല്ലാം നല്ല വൃത്തിക്ക് എല്ലാം ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ പാർട്ട് 1 നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.